കേരള പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതി പോലീസ് മാറ്റണമെന്ന് കോടതിയുടെ വിമർശനം. പോലീസ് സേനയുടെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും നിർദ്ദേശം. അതേസമയം മോശമായി പെരുമാറുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു. ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിലെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഹൈക്കോടതിയിൽ നിന്നാണ് പോലീസിന് നേരെ വളരെ ശക്തമായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരം പരാമർശം? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിലവിൽ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ഓൺലൈനായിട്ട് ഹാജരായി. ആ സമയത്താണ് ചില ചോദ്യങ്ങളും വിമർശന രൂപേണയുള്ള പരാമർശങ്ങളും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരേ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പെരുമാറ്റ രീതിയാണ് പോലീസ് നിലവിൽ അവലംബിച്ചു പോരുന്നത്. അത്തരം ഒരു പെരുമാറ്റ രീതി പോലീസ് മാറ്റണം. കൂടാതെ പരിഷ്കൃതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പോലീസ് സേന നിലകൊള്ളുന്നത്. അക്കാര്യം ഓർമ്മിക്കണമെന്നും DGPയോട് ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ DGP ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് പോലീസ് മേധാവി ഹൈക്കോടതി അറിയിച്ചത്. കൂടാതെ ബഹുഭൂരിപക്ഷം സേനയിലെ ഉദ്യോഗസ്ഥരും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പെരുമാറ്റം മോശമായിട്ട് ചെയ്യുന്നവരെ അത്തരക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുക എന്നും പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ, അതായത് ഈ ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയത് പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിലാണെന്നായിരുന്നു നിലപാട്. അതിനൊരു മറുപടി ഹൈക്കോടതി നൽകിയിട്ടുള്ളത് പ്രകോപനം ഉണ്ടായാൽ എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ പോലീസിന് പരിശീലനം നൽകണമെന്ന് കൂടി DGPയോട് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. പോലീസിന് കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്.